എന്നും ജ്വലിച്ച് ഒപ്പമുള്ളവർക്ക് വഴികാട്ടിയാവുന്നത് അക്ഷരങ്ങളാണ്, അറിവാണ്. അറിവിന്റെ ഉത്സവ വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട്, പങ്കജ കസ്തൂരി ബ്രീത്ത് ഈസി ഇൻ അസോസിയേഷൻ വിത്ത് മൈജി ആൻഡ് പോത്തീസ് റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വമേധത്തിന്റെ പടനായകൻ ദ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, പങ്കജ കസ്തൂരി ബ്രീത്ത് ഈസി ഇൻ അസോസിയേഷൻ വിത്ത് മൈജി ആൻഡ് പോത്തീസ്. കൊല്ലത്തെ പ്രശസ്തമായ FMN കോളേജിൽ ഫാത്തിമ മാതാ കോളേജിലെ അവസാന വർഷ മനഃശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിനിയും അഭിനേത്രിയും ഗായികയുമായ കസ്തൂർബയാണ് ഈ വേദിയിൽ ഇനി കടന്നു വരുന്നത്. കസ്തൂർബ, വാക്ക് ഇൻ പ്ലീസ്. ഓൾ ദ ബെസ്റ്റ്. Thank you. കസ്തൂർബ, കസ്തൂർബ ഇവിടെ വന്നപ്പോഴാണ് ഡിഗ്രി ഫൈനൽ ഇയർ ആയി എന്നറിയുന്നത്. അത്ഭുതമാണ്. ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ കസ്തൂർബ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലായിരുന്നു. മിടുക്കിയാണ് കസ്തൂർബ. ഇപ്പോഴും ഉണ്ടോ കലാപ്രവർത്തനം? ഉണ്ട് സർ, എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയുണ്ട്? ഞാൻ നിലവിലിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് ചെയ്തത് ജനാർദ്ദനൻ സാറിൻ്റെ ഡയറക്ഷനിലുണ്ടായിരുന്ന സുഭദ്രം എന്നൊരു സീരിയൽ ചെയ്തു. സി കേരളം ചാനലിലായിരുന്നു. ഇനി സൂര്യ TV ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള പ്ലാനിലാണ് സർ. അശ്വമേധം കളിച്ചിട്ടുണ്ട് ഞാനുമായിട്ട്. നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കതിനകത്ത് വലിയ ഐഡിയ ഇല്ല. ഒരു പാട്ട് പാടും, ഒരു നാടൻ പാട്ട് കേൾക്കട്ടെ, ഒരു ഊർജം വരട്ടെ. നാടൻ പാട്ടില്ലേ? തന്തിന്നോർത്താനാത്തിന തന്തിന്നാനോ തകതക തന്തിന്നോർത്താനാത്തിന തന്തിന്നാനോ തന്തിന്നോർത്താനാത്തിന തന്തിന്നാനോ തകതക തന്തിന്നോർത്താനാത്തിന തന്തിന്നാനോ കാതില വേണോ കുഞ്ഞാത്തോനെ തകതക കാതില വേണോ കുഞ്ഞാത്തോനെ തന്തിന്നോർത്താനാത്തിന തന്തിന്നാനോ തകതക തന്തിന്നോർത്താനാത്തിന തന്തിന്നാനോ എക്കെന്തിനാ നിങ്ങളുടെ തള്ള കാതിലിട്ടൊരു കാതില എക്കെന്തിനാ നിങ്ങളുടെ തള്ള കാതിലിട്ടൊരു കാതില തന്തിന്നോർത്താനാത്തിന തന്തിന്നാനോ തകതക. താങ്ക് യു സർ. ആദ്യ സെഗ്മെന്റിൽ ഒരു ചെറിയ കടമ്പയുണ്ട്. കസ്തൂർബയ്ക്ക് പരമാവധി ലളിതമാക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചില പേഴ്സണൽ ഫേവേഴ്സ് ചെയ്യാൻ പറ്റും. കളിക്കാം. ആദ്യ സെഗ്മെന്റ് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. കസ്തൂർബ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ഇതാണ്. ത്യാഗസീമ. ത്യാഗം എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്. സീമ എന്ന് പറഞ്ഞാൽ എന്താ? ദ ബാരിയർ അല്ലേ? അങ്ങനെയൊന്നും കാടുകയറി ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ചിന്തിക്കേണ്ടെന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് പ്ലീസ്. അബ്ദുൽ ഖാദർ. ഇപ്പൊ പ്രേക്ഷകരൊക്കെ പറഞ്ഞു തുടങ്ങി ഉത്തരം. മൂന്നാമത്തെ ക്ലൂവിലോട്ട് പോവാം. 720 അഭിനയിച്ച സിനിമകളുടെ എണ്ണമാണ്. അടുത്ത ക്ലൂ വേണോ? ഒരു ക്ലൂ. ചിറയിൻകീഴ്. ചിറയിൻകീഴ് അബ്ദുൽ ഖാദർ എന്നാണ് ശരിയായ പേര്. പ്രേം നസീർ സർ. പ്രേം നസീർ, ശ്രീ പ്രേം നസീർ, മലയാളത്തിന്റെ നിത്യഹരിത നായകനായ, ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച, ത്യാഗസീമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്ന ചിറയിൻകീഴ് അബ്ദുൽ ഖാദർ എന്ന ശ്രീ പ്രേം നസീർ, യശശരീരനായ പ്രേം നസീർ എന്ന മഹാനായ കലാകാരനാണ്. ശരിയായ ഉത്തരമാണ്. ഓൾ ദ ബെസ്റ്റ്. സോ ബി റെഡി ടു പ്ലേ ഫോർ rupees 25,000. Yes sir.
കസ്തൂർബയ്ക്ക് വിജയാശംസകൾ. അശ്വമേധത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിലും കസ്തൂർബ നന്നായി പഠിക്കുന്ന കുട്ടി കൂടിയാണ്. അതാണ് ഒരു പ്രത്യേക താല്പര്യം. ആൻഡ് യു ഗോട്ട് ഓൾ A+ ഇൻ ഓൾ ദ എക്സാംസ് അല്ലേ? SSLCക്കും അതെ, പ്ലസ് ടുവിനും അതെ. എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിന്? 95% ഉണ്ടായിരുന്നു. SSLCക്ക് അത് 90% ആണല്ലോ. നമ്മൾ സ്റ്റേറ്റ് സിലബസിന് 90% എല്ലാത്തിനും A+. സൈക്കോളജി ഇഷ്ടമാണ് പഠിക്കാൻ. അതെ സർ. പക്ഷെ മാനസികമായിട്ട് വെച്ച് ദുർബലയാണല്ലോ, പെട്ടെന്ന് ഒരു ടെൻഷൻ അടിക്കുന്നു. കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. അനീഷ പ്ലീസ്. എപ്പിസോഡിന്റെ എൻഡിൽ ഇവിടെ നിന്ന് എന്നോടൊപ്പം ഒരു ഉഗ്രൻ പാട്ട് പാടണം കേട്ടോ. അയ്യോ. അതിനു മുൻപ് കസ്തൂർബ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് ശ്രീജു ആന്റണി? ഓക്കെ, അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രിയപ്പെട്ട കസ്തൂർബയോടൊപ്പം. ഇതിനേക്കാൾ നല്ല പേരാർക്കാ കിട്ടുക, കസ്തൂർബ അല്ലേ? യാഗം. കസ്തൂർബയോടുള്ള എൻ്റെ ഒന്നാമത്തെ ചോദ്യം, കസ്തൂർബ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഫ്രെഡറിക് ഏംഗൽസ് ആണോ? അല്ല. എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി. കാരണം കസ്തൂർബയുടെ അച്ഛൻ്റെ പേര് ഏംഗൽസ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഏംഗൽസ് ആണോ മനസ്സിൽ എന്നൊരു തോന്നല്. ഫ്രെഡറിക് ഏംഗൽസിനെ മനസ്സിൽ വിചാരിച്ചു എന്ന്. അച്ഛൻ്റെ ബ്രദറിൻ്റെ പേരെന്താ? ലെനിൻ എന്നാണ് അച്ഛൻ്റെ ബ്രദറിൻ്റെ പേര്. കസ്തൂർബയ്ക്ക് കസ്തൂർബ. എല്ലാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയമായി സംഭാവന ചെയ്ത വ്യക്തിത്വങ്ങളുടെ പേരാണ്. വലിയൊരു സാംസ്കാരിക പ്രവർത്തകനും കലാകാരനും ഒക്കെയാണ് കസ്തൂർബയുടെ അച്ഛൻ ശ്രീ ഏംഗൽസ് അല്ലേ? അദ്ദേഹത്തിന് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തും. തീർച്ചയായിട്ടും. രണ്ടാമത്തെ ചോദ്യം, പുരുഷൻ? അല്ല. 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 ഇന്ത്യൻ? അതെ. മലയാളി? അതെ. ശാസ്ത്രമാണോ സയൻസ് ആണോ പ്രധാന മേഖല? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ മേഖല അതായിരുന്നില്ല. അതല്ല. പ്രോമിനന്റ് അതല്ല. സാഹിത്യം? അതെ. ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലേ? ജീവിച്ചിരിപ്പില്ല. ഇല്ല. സാറാ ജോസഫ് ആണെന്ന് പെട്ടെന്ന് തോന്നി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതല്ല. 1950 ശേഷം മരണം? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. കൊച്ചിൻ പ്രജാമണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പഴയ തിരുകൊച്ചിക്കാലത്ത് കൊച്ചിൻ പ്രജാമണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണോ? അല്ല. തോട്ടക്കാട്ടിക്കാവമ്മയും തോട്ടക്കാട്ട് മാധവിയമ്മയും അങ്ങനെയൊന്നും അല്ല. നോക്കാം. 1980 ശേഷമാണോ വരുന്നത്? അതെ. ഓ, ഞാനീ രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ പഴയ തിരുകൊച്ചിയിലോട്ടൊക്കെയാണ് പോയത്. അല്ല. 2000 ശേഷം വരണം? അതെ. കവിതയാണോ പ്രധാനം? അല്ല. കവിതയും പ്രധാനമാണ്. വേറെയുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് മത്സരിച്ചത്? അതെ. 16 ചോദ്യങ്ങൾ രാജശ്രീ. ജനിച്ച സ്ഥലത്താണോ അന്ത്യവിശ്രമം കൊള്ളുന്നത്? അല്ല. ജനിച്ച പേരിലാണോ മരിച്ചത്? അല്ല. കഴിഞ്ഞ സാറിന് കിട്ടി അല്ലേ? എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്നറിയോ? നീ ആരാണെന്ന് എനിക്കറിയാം. ചന്ദ്രമരങ്ങളിലാണ്. നീ ആരാണെന്ന് എനിക്കറിയാം. നീ ആരാണെന്ന് എനിക്കറിയാം എന്നുള്ളത് നിനക്കും അറിയാം. പക്ഷേ പ്രിയപ്പെട്ടവളെ, നീ ആരാണെന്ന് എനിക്കറിയാം എന്നുള്ളത് നിനക്കറിയാമല്ലോ, അതും എനിക്കറിയാം എന്നൊരു കൂട്ടുകാരിയോട് പറയുന്നതാണ്. മലയാളത്തിൻ്റെ അക്ഷരമുഖത്ത് ചാർത്തിയ ആ വലിയ വട്ടപ്പൊട്ട് പുന്നയൂർ കുളത്ത് തൊടിയിൽ എന്താ പറയുക, അക്ഷരസ്മരണകളിലൂടെ സഞ്ചരിച്ച്
പാളയംപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാധവിക്കുട്ടി എന്ന കമലാസുരയ്യയാണോ മനസ്സിൽ? അതെ സർ. ഹരിഷ, please. മാധവിക്കുട്ടി, കമലാ സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിരുന്ന പ്രശസ്തയായ സാഹിത്യകാരി. ധീരവും പാരമ്പര്യേതരവുമായ എഴുത്തിന് പേരുകേട്ടവൾ. സ്ത്രീ സ്വത്വം, പ്രണയം, വ്യക്തിസ്വാതന്ത്ര്യം, ബാല്യകൗമാരങ്ങളുടെ മാനസികാവസ്ഥകൾ, രാഷ്ട്രീയം മുതലായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ വേറിട്ടുനിന്നു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരിയായ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ മകളാണ്. എന്റെ കഥ, നീർമാതളം പൂത്തകാലം, ബാല്യകാല സ്മരണകൾ, സമ്മർ ഇൻ കൽക്കട്ട തുടങ്ങി ഒട്ടേറെ കൃതികൾ രചിച്ചു. ബാ. കസ്തൂർബ മിടുക്കിയായ കലാകാരിയാണ്, വളരെ നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. പിന്നെ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് പോലെ ആഹ്ലാദകരമായ ആവേശം നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു എനർജറ്റിക് സിംഗറാണ്. അശ്വമേധം കളിക്കാനല്ലേ ടെൻഷനുള്ളൂ, പാടാൻ പ്രയാസമില്ല. തന്നോളൂ, നന്നായിട്ടൊരു പാട്ട്. തന്നാനേ താനിന്നാനേ ഏനാനേ തെയ്യം താരാ തന്നാനേ താനിന്നാനേ ഏനാനേ തെയ്യം താരാ ഇടവഴിയോ ഗുഗുഗുഗുഗുഗുഗുഗു പെരുവഴിയോ ഗുഗുഗുഗുഗുഗുഗുഗു തൂത്തും വാരി ഇടുക വേണം പാട് തന്നാനേ താനിന്നാനേ ഏനാനേ തെയ്യം താരാ തന്നാനേ താന തിന തന്നാനം താന തന്നാനേ താന തിന തന്നാനം താന തന്നാനേ താന തിന തന്നാനം താന തന്നാനേ താന തിന തന്നാനം താന. ഇടവഴിയിലെയും പെരുവഴിയിലെയും കരിയിലകൾക്കുള്ളിൽ ചില ഓർമ്മകൾ, ഓർമ്മകളുടെ ചേർത്തുവയ്ക്കലിൽ ഒരു പേര്.